ഈ വിഷയത്തിൽ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഇതിനകത്താണ്. അപ്പം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ആളെയാണ് ഇയാളിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷത്തെ ക്ലാസ് നമ്മുടെ ആപ്പിലുണ്ട്. ഇതിനകത്ത് 11 മെഡിറ്റേഷൻസും കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 167 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ അതിൻ്റെ ഒരു ചെറിയ ലീഫ്ലെറ്റാണിത്. ഇത് മൊത്തം അതിനകത്തുണ്ട്. നമുക്ക് പിന്നെ അതിനകത്ത് നമ്മുടെ ഇത് കിട്ടുന്നതാണ്, ആപ്പിനകത്തുണ്ട്. അതുകൂടെ ഒന്ന് വേണമെങ്കിൽ മിക്കവർക്കും ഉണ്ട്, ഇല്ലാത്തവരതൊന്ന് വേണമെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പെയ്ഡ് ആപ്പാണ്, നമ്മുടെ SLSന്റെ ഇതിലാണ്. നമ്മളതിന് മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പ് എന്ന നിലയിൽ അത് ഉപയോഗിക്കാം. ബാക്കിയുള്ള ആപ്പുകളെല്ലാം 6 മാസം 3 മാസം കഴിയുമ്പോൾ നമ്മൾ ക്ലാസ് കട്ട് ചെയ്യും. പക്ഷെ ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ലൈഫ് ടൈം നമ്മുടെ ഫോണിനകത്ത് കിടക്കും. കാരണം ഇത് നമുക്ക് ജീവിതം മൊത്തം നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ അതിനെ ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫോണിനകത്ത് എപ്പോഴും വേണമെങ്കിൽ നമുക്ക് അത് എടുക്കാം. പിന്നെ ഈ വരുന്ന ക്ലാസ്സുകൾ നമ്മൾ അതിനകത്തോട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യും. നമുക്കവിടെ 2025 ആദ്യത്തെ ക്ലാസ് ആണ്. എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല സായാഹ്നവും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നമുക്കൊരു ചെറിയ കഥയിലൂടെ തുടങ്ങാമെന്ന് തോന്നുന്നു പുതിയ ക്ലാസ്. നിങ്ങൾക്കറിയാമായിരിക്കും, എന്നെക്കാളും കൂടുതലായിട്ട് അറിയാവുന്നതാണ്, ഗംഗാ നദി ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന പല സംസ്ഥാനങ്ങളിലും ഒന്നാണ് ബീഹാർ. ബീഹാറിലും അത് ഒഴുകുന്നുണ്ട്. പക്ഷെ ബീഹാറിലുള്ള ഒരു ഗ്രാമത്തില് അവർക്ക്, ഗ്രാമവാസികൾക്ക് ഈ ഗംഗയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യം തോന്നി. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഗംഗയിലേക്ക് പോകാനോ അല്ലെങ്കിൽ കാണാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവര് ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു സൂത്രം കണ്ടുപിടിച്ചു. എന്താണത്? അവരുടെ ഗ്രാമത്തിൽ നിന്ന് ഒരാളെ ഈ ഗംഗാ നദി കാണാൻ വേണ്ടി അയക്കുക. അദ്ദേഹം അവിടെ പോയി കണ്ടിട്ട് വന്ന് നമ്മളോട് വിശദമായി പറയും. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ അവര് കുറെ ദൂരെയുള്ള ഗംഗാ നദി കാണുന്നതിന് വേണ്ടി വിട്ടു. അവിടെ പോയി അയാൾ അതെല്ലാം കണ്ടതിന് ശേഷം ആ ഗ്രാമത്തിൽ വന്ന് അയാൾ ഗംഗാ നദിയെ കുറിച്ച് ഇതാണ് ഗംഗാ നദി എന്ന് ആ ഗ്രാമവാസികളോട് പറഞ്ഞു. ആ ഗ്രാമവാസികൾ ഇത് വിശ്വസിച്ച് തലമുറകളായിട്ട് എന്താണ് ഗംഗാ നദി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇയാൾ പറഞ്ഞ ഈ കാര്യം ആവർത്തിക്കുന്നു. ഞാനിത് പറയാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം എന്താണ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ എന്താണ് സെൻ എന്നൊന്നും അറിയാതെ എന്തോ പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാര്യമായിട്ട് നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ അതിങ്ങനെ ചിലരതിനെ നല്ല രീതിയിൽ പറയുന്നു, ചിലരത് മോശമായിട്ട് പറയുന്നു. ഇതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഇന്ന് തൊട്ട് ഞാൻ ഗംഗാ നദിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗംഗാ നദി, കാരണം നമ്മൾ ആരും പറഞ്ഞു കേട്ട, മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ആശയങ്ങളല്ല, ശരിക്കും ഗംഗാ നദി കാണുന്നതിന് വേണ്ടിയിട്ടാണ്. സെന്നിൽ ഒരു പ്രത്യേക ഒരു ചൊല്ലുണ്ട്, അതായത് ബിഗിനേഴ്സ് മൈൻഡ്. അതൊരു മനോഭാവമാണ്. നമ്മൾ എപ്പോഴും എത്ര വളർന്നാലും എന്തുമാത്രം പ്രാക്ടീസ് ചെയ്താലും നമ്മൾ ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറയുമ്പോഴേക്കും എല്ലാം എപ്പോഴും ഒരു കൗതുകം നമ്മളിൽ ഉണ്ടാകുക, അതറിയുക. അതുവഴി നമ്മൾ എപ്പോഴും ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു മാസ്റ്റർ ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞു എന്ന് കരുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതലായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. ഇതാകുമ്പോഴത്തേക്കും, ബിഗിനർ ആകുമ്പോഴേക്കും ഒരു കൊച്ചുകുട്ടിയുടെ ആ കൗതുകം ഉണ്ടാകും, ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2-3 വർഷത്തോളം, ആയിഷയിലുള്ളവർക്കാണെങ്കിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു കളയുകയാണ്. നിങ്ങളത് മറന്നു കളയുക. ഇതെല്ലാം നമുക്കൊന്ന് എറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള, ഏറ്റവും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു വീട് കെട്ടിപ്പൊക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഗംഗാ നദിയിലേക്ക് പോവുകയാണ്. അപ്പം മൈൻഡ്ഫുൾനെസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1 വർഷമോ അല്ലെങ്കിൽ അടുത്ത കുറേ കാലത്തേക്ക് ലെറ്റ് ഗോ ആൻഡ് ആങ്കർ എന്ന് പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും.
അതുകൊണ്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ഒരു ശരിയായിട്ടുള്ള ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫിനെ ഒന്ന് റീസെറ്റ് ചെയ്യണം. അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വാസ്തവത്തിൽ, ഇല്ലേ? നമ്മൾ സന്തോഷം, സമാധാനം ഇതൊക്കെ അന്വേഷിക്കുന്നതിന്റെ പിന്നിലുള്ളതൊന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നോ ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വേ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ബോസുമാരോ ഇങ്ങനെ എല്ലാ ജീവിത സാഹചര്യത്തിൽ എവിടെയും മറ്റുള്ളവർ പറയുക ഇത് ശരിയല്ലെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റീസെറ്റ്, ലെറ്റ് ഗോ ആൻഡ് ആങ്കർ എന്ന് പറയുന്നത് ആ പ്രോസസ്സിൽ നമ്മൾ തന്നെ ഒരു മാസ്റ്റർ ആകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാസ്റ്റർമാരാണ്. എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ എൻ്റെ ചിന്തകൾ, തീരുമാനങ്ങളെല്ലാം ഞാൻ തന്നെ അതിൻ്റെ ഗുരുവാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മാസ്റ്റർ ആകുന്നു, ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ പോവുക. മറ്റുള്ളവർ പറയുന്നത്, മറ്റുള്ളവർ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, നമ്മൾ തന്നെ സ്വയം തീരുമാനമെടുക്കുന്ന ഒരു നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി എന്താണ് റീസെറ്റ്, അതുപോലെ ലെറ്റ് ഗോ ആൻഡ് ആങ്കർ. നമ്മൾ ഒന്ന് റീസെറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആങ്കറിങ് എന്നുള്ളതിന് നങ്കൂരം ഇടുക എന്ന് പറയും. ദാറ്റ് മീൻസ് അത് അധികം ചലിക്കാത്ത രീതിയിൽ, ഒഴുകിപ്പോകാത്ത രീതിയിൽ, പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള ആ അടി ഒഴുക്കുകൾ വരുമ്പോഴേക്കും അവിടെ നമ്മൾ ഒഴുകിപ്പോകാതെ ആങ്കർ ചെയ്യുക എന്നുള്ളതാണ്. റീസെറ്റ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് റീബൂട്ട് ചെയ്യുന്നു, അല്ലെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫാക്ടറി സെറ്റിലേക്ക് പോകുന്നു, ആൻഡ് ലെറ്റ് ഗോ. കുറെ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു, നമ്മൾ ആങ്കർ ചെയ്യുന്നു. എവിടെയൊക്കെയാണ്? ദിസ് ഈസ് ഫോർ എ പേഴ്സണൽ റിന്യൂവൽ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒന്നിലേക്ക്. അതുപോലെ തന്നെ ഇമോഷണൽ ആൻഡ് മെന്റൽ ബേർഡൻസ് നമുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പർപ്പസ്, അല്ലെങ്കിൽ ഈ ഒരു ഇത് വരുന്നത്, അത് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്ന ടോപ്പിക്. ഡെഫിനിഷൻ ഓഫ് ദ ടൈം, ദെൻ ഏരിയാസ്, നമുക്ക് എവിടെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ആൻഡ് സ്റ്റേജസ്. ഓക്കെ, റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സംഗതി, ഏതെങ്കിലും ഒരു കാര്യം റീസെറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു വീട് പണിയുക എന്ന് പറയുമ്പോഴേക്കും പഴയ വീട് പൊളിച്ചു പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുക്കി പണിയുക. അതുപോലെ തന്നെ നമ്മളൊരു മൊബൈൽ ഫോൺ ഹാങ്ങപ്പായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ റീബൂട്ട് ചെയ്യുന്നു, അല്ലെ അത് ഒന്നുകൂടെ ഒരു റീസെറ്റ് ചെയ്യുന്നു. അപ്പൊ റീസെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമൂലമായ ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുതിയതാക്കുക, അല്ലെങ്കിൽ അത് അടിസ്ഥാനപരമായി ബേസിക് ആയിട്ട് നമ്മൾ അതിനെ ഒന്ന് മാറ്റി എഴുതുന്നു, അല്ലെങ്കിൽ മാറ്റി നിർമ്മിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് റീസെറ്റ്. നിങ്ങൾക്ക് അറിയാം അതിന്റെ അർത്ഥം. അതിന്റെ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് പുതുക്കുന്നു. നമ്മൾ ആവശ്യമില്ലാത്തതെല്ലാം, അല്ലെങ്കിൽ ഹാങ്ങപ്പായി അത് മുന്നോട്ട് പോകാത്ത ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ ഒരു കാറ് അത് റീസെറ്റ് ചെയ്യുന്ന സമയം വരുമായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മളൊന്ന് റിപ്പയർ ചെയ്യേണ്ടി വരും, എന്നാലേ അത് വീണ്ടും മുന്നോട്ട് പോകുള്ളൂ. ലെറ്റ് ഗോ, ആവശ്യമില്ലാത്ത ഭാരം, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടാകും. അത് നമ്മളുടെ അറിവായിരിക്കും. ചില സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത അറിവുകൾ ഒത്തിരി ഉണ്ട്, ഇക്കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇമോഷൻസ് ആകും, അല്ലെങ്കിൽ മെന്റൽ ബേർഡൻ ആകും. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ വിട്ടുകളയുക എന്ന് പറയുന്ന ആ ഒരു വലിയൊരു കഴിവുണ്ട്. അതാണ് ലെറ്റ് ഇറ്റ് ഗോ. ഇപ്പൊ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ ഉപദ്രവിച്ചു, അതൊക്കെ അപ്പൊ ചിലത് നമ്മുടെ പഴയ കാല അനുഭവങ്ങളാണ്. അതിനെ വീണ്ടും വിട്ടുകളയുക എന്ന് നമുക്ക് വേണമെങ്കിൽ നല്ല തീർച്ചയായിട്ടും വിട്ടുകളയുക. നമുക്ക് ആവശ്യമില്ല, അതിനെ ഒന്ന് കളയാം. ഒരു ഉദാഹരണമായിട്ട് നമുക്കൊന്ന് ഫോർഗീവ് ചെയ്യണം. അതെങ്ങനെ സാധിക്കും? മൈൻഡ്ഫുൾനെസ്സിനകത്തൂടെ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം നമ്മളത് ഇതേക്കുറിച്ചെല്ലാം വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തും. അതല്ല, നമ്മൾ സ്വയം പരിശ്രമിച്ചാൽ അതിന്റെ ആവശ്യകത, ഉദാഹരണം ലെറ്റ് ഗോ എന്നുള്ളതിന്റെ, ഇപ്പൊ ഫൊർഗീവ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അത് നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്കത് സാധിക്കും. അതുപോലെ നമ്മൾ അറിയാത്ത നമ്മുടെ ജീവിതത്തിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഒന്നാമത് കോൺഷ്യസ് അല്ല പല കാര്യങ്ങളിലും. പിന്നെ മറ്റൊന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്കറിയാൻ പാടില്ലാത്ത ഒന്നാണ്. അതുപോലെ നമ്മുടെ വിചാരങ്ങൾ നമുക്കുണ്ടാകുന്ന സമയത്ത് ദെൻ ആങ്കറിങ്, ദാറ്റ് മീൻസ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ഒരു കാര്യം. ഇപ്പോൾ ഒരു സ്ക്രൂ ലൂസ് ആയി കഴിഞ്ഞാൽ ടൈറ്റ് ആക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ചലിച്ചു പോകുന്ന, നമ്മളെ മാറ്റിക്കൊണ്ട് പോകുന്ന ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. ഏരിയാസ് എവിടെയൊക്കെയാണ് ബ്രെയിനിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും? നമ്മളുടെ
കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആ ലെവലിൽ, അല്ലെങ്കിൽ അതിന് വേണമെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം. ദെൻ അടുത്തത് മനസ്സിലാണ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്താഗതികളിൽ, മെന്റൽ ആക്ടിവിറ്റീസ്, നമ്മുടെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് ബോഡിയിൽ, നമ്മളുടെ ബ്രെയിനിലും അതുപോലെ മൈൻഡിലും നമുക്ക് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് വരും. അതല്ലെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്ന, ഇപ്പൊ ഉദാഹരണം, നമുക്ക് ചടഞ്ഞു കൂടിയിരിക്കുന്ന ആൾക്കാരാണ്, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ശാരീരികമായ അസ്വസ്ഥതകൾ മാറ്റുന്നതിന് നമ്മൾ വീണ്ടും അത് കൂടുതൽ മൂവ്മെന്റ്സ് എടുക്കുന്നു. ദെൻ അടുത്തത് ഇമോഷണൽ ലെവലിലാണ്. നമ്മുടെ ഇമോഷൻസിനെ, നെഗറ്റീവ് ആയിട്ടുള്ള ആ ഇമോഷൻസിനെ ഒന്ന് റീസെറ്റ് ചെയ്യും. ഇതെല്ലാം റീസെറ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയണം. അറിവാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് കിട്ടുന്നത്. അടുത്തത് സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മെന്റൽ ആൻഡ് ഇമോഷൻസിനെ കുറിച്ച് തന്നെയാണ്. പക്ഷെ നമുക്ക് അതിനെ ആരെങ്കിലുമൊക്കെ സ്പിരിച്വൽ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അത്. അടുത്തത് പരിസ്ഥിതി. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തണം, ഒരു ശുചീകരണം നടത്തണം. നമ്മുടെ വീടിനകത്തായിരിക്കും, വീടിന് പുറത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള കാര്യങ്ങളിൽ, എൻവയോൺമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളാകാം, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം, ഒന്ന് റീസെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പലതും വിട്ടുകളയണം. പിന്നെ നമുക്ക് ചില ബന്ധങ്ങൾ നമുക്ക് ഉറപ്പിക്കണം. ഇതെല്ലാം റീസെറ്റ്, ലെറ്റ് ഗോ ആൻഡ് ആങ്കറിങ്ങിന്റെ ഭാഗമാണ്. ദെൻ ഹാബിറ്റ്സ് ആൻഡ് റൊട്ടീൻസ്. നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ചില തെറ്റായിട്ടുള്ള ഹാബിറ്റ്സ് എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ റൊട്ടീനുകൾ ഉണ്ടാകും, അതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ഇന്ന് ബേസിക് ആയിട്ട് ഞാൻ പറയുന്നത് ബ്രീത്തിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നും അടുത്ത ആഴ്ചയിലെല്ലാം ഞാൻ പറയുന്നത്. കൂടുതലായിട്ട് നിങ്ങളുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളെ കുറിച്ച് പറയുന്നുള്ളൂ. അത് കുറച്ച് ഇന്നിപ്പോൾ അല്പസമയം എടുത്തു, പക്ഷെ ഇതിനേക്കാളും കൂടുതൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കത്തക്ക രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രീത്തിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസ് നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും ആ സ്വാഭാവികമായ ആ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് നമ്മൾ ഒരു അപകട സ്ഥിതിയിലേക്കുള്ളത്, ആ രീതിയിലേക്കുള്ള, ഒന്നുകിൽ വളരെ റാപ്പിഡായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഫ്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതെങ്ങനെ റീസെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രീത്തിങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുള്ളതാണ്. ബ്രീത്തിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഓട്ടോമാറ്റിക് ആയിട്ടാണ് അത് നടക്കുന്നത്. നമ്മുടെ എംബ്രിയോണിക് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് എംബ്രിയോണിക് പ്രോസസ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് നമുക്കത് കിട്ടുന്നത്. നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് അതിനെ നമ്മളെ സഹായിക്കുന്നത്. അതിനുശേഷം അത് പാരാസിമ്പത്തറ്റിക് അല്ലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് ആ ബ്രീത്തിങ്ങിനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇതിന്റെ ബേസിക് എന്താണ്? നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുന്നു, നമ്മൾ അതുപോലെ തന്നെ നമ്മളിൽ ഉള്ള അശുദ്ധം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ റിലീസ് ചെയ്യുന്നു. നമ്മളൊന്നും അറിയണ്ട. ആദ്യത്തെ ഒരു കുഞ്ഞ്, നമ്മളൊക്കെ ജനിക്കുന്ന ആ സമയത്ത് നമ്മൾ ആദ്യത്തെ ശ്വാസോച്ഛ്വാസം എപ്പോഴെടുത്തോ അത് മുതൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയം വരെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും, നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ഈ മൈൻഡ്ഫുൾ ബ്രീത്തിങ്, ഞാൻ ബ്രീത്തിങ്ങിനെ കുറിച്ച് അത് ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ആ ഡിഫറൻസ്, ഒന്ന് നോർമൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നു. മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് ഫോക്കസിങ് യുവർ അറ്റൻഷൻ. അത് നമ്മുടെ അറ്റൻഷനോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആ ബ്രത്ത് വരുന്നത്, ആ ബ്രത്ത് പോകുന്നത്, അതിനെക്കുറിച്ചുള്ള നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവരി ബ്രത്ത് വി ആർ അവെയർ ഓഫ് ദാറ്റ്. ആൻഡ് അതെന്ത് ചെയ്യുന്നു? അതുകൊണ്ട് നമുക്ക് ഓക്സിജൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിലൂടെ നമുക്ക് കൂടുതൽ റെസീലിയൻസ് നമുക്ക് കിട്ടുന്നു. നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ്, നമ്മളുടെ ബ്രെയിൻ, അങ്ങനെ മുഴുവനും റെസീലിയൻസിലേക്ക് വരും. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഹോമിയോസ്റ്റാസിസ് ആൻഡ് റെസീലിയൻസ് എന്ന് പറയുന്ന 2 സ്റ്റേജസ് ഉണ്ട്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ജീവഹാനി വരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ത്രട്ടണിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ട് 10 അല്ലെ 15 മിനിറ്റ് കൊണ്ട് അവർ ആ ഹോമിയോസ്റ്റാസിസിലേക്ക് വരും. ദാറ്റ് മീൻസ് അവരുടെ ശ്വാസോച്ഛ്വാസം പഴയതുപോലെ ആകുന്നു.
അതുപോലെ തന്നെ അവരുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ അവർ നിറവേറ്റുന്നതാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും അവൻ ആ ഹോമിയോസ്റ്റാസിസിലും വരികയില്ല, റെസീലിയൻസിലും വരികയില്ല. മനസ്സുള്ളത് കൊണ്ട് മാനസികവും വൈകാരികവുമായ തലങ്ങളിലേക്ക് കൂടി വന്ന് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനെയാണ് നമ്മൾ റെസീലിയൻസ് എന്ന് പറയുന്നത്. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ ബ്രീത്തിങ് ആൻഡ് മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിനെ കുറിച്ചുകൂടി ഞാൻ പറയാം. ഇത് പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്ന് മുതൽ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി, ഉദാഹരണം അടുത്ത ഒരാഴ്ചത്തേക്ക് നമ്മൾ ബ്രീത്തിങ്ങിനെ കുറിച്ച് കൂടുതൽ അവെയർ ആകുന്നു. ആ അവെയർനെസ്സിലൂടെ നമ്മൾ കൂടുതൽ നമ്മൾ ആരോഗ്യപരമായിട്ട് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ആ കോൺഷ്യസ്നെസ് കോൺഷ്യസ്നെസ് തന്നെ ആ കോൺഷ്യസ് ആയിട്ട് നമുക്ക് നമ്മുടെ ആ റെസീലിയൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, നോർമൽ ബ്രീത്തിങ് എന്ന് പറയുന്നത് ബേസിക് ലൈഫ് ഫങ്ഷൻ ആണ്. അതറിയാം, ക്ലിയർ ആണ്, അത് ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ തന്നെ അത് നോർമൽ ബ്രീത്തിങ്ങിൽ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നു. ദെൻ ഇറ്റ്സ് ആൻ അൺകോൺഷ്യസ് പ്രോസസ് ആണ്, അല്ലെ? ഉറക്കുമ്പോഴും കിടക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തില് ഒരു നർക്കോസ അല്ലെങ്കിൽ നമ്മൾ ഒരു ബോധം കെടുത്തക്ക രീതിയിൽ ഹോസ്പിറ്റലിൽ പോവുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തി, ഇതൊന്നും ആ സമയത്തല്ല, എപ്പോഴും നടക്കുന്നുണ്ട്. നോ തോട്ട് ഓർ അറ്റൻഷൻ നമുക്ക് ആവശ്യമില്ല നമ്മുടെ നോർമൽ ബ്രീത്തിങ്ങിന്. ചില സമയത്ത് അത് ഷാലോ ആയിരിക്കും ഓർ ഇറഗുലർ ആയിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഓടുമ്പോഴാണെങ്കിൽ അത് വളരെ ആഴത്തിലാകും. നമുക്ക് വൈകാരികമല്ലെന്ന് പേടിപ്പിക്കുന്ന ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ആകും. ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ അത് വളരെ ഷാലോ ആയിരിക്കും, ഇറഗുലർ ആയിരിക്കും. ആൻഡ് മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ്. അതിനാണത് പ്രകൃതി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ്. അത് മറ്റുള്ളവർക്കുണ്ട്, മറ്റു മൃഗങ്ങൾക്കുണ്ട്, നമുക്കതില്ല. ദെൻ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ബ്രീത്തിങ് ആണ്, ഡീപ്പ് ആൻഡ് ഇന്റൻഷണൽ. ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടത്. അത് നമ്മൾ ഡീപ്പാണ്, അതുപോലെ കുറച്ചുകൂടി ഇന്റൻഷണൽ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തിനാണ് ഞാനിപ്പോൾ മെഡിറ്റേഷൻ നടത്തുകയാണ് അല്ലെങ്കിൽ ഞാൻ ബ്രീത്തിങ് നടത്തുകയാണ്, അത് നമ്മൾ ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുന്നു, ഡീപ്പാണ്, കോൺഷ്യസ്ലി റെഗുലേറ്റഡ്. നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആണ്. ഓരോ ബ്രത്ത് ഇൻടേക്കിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് അത് മുഴുവനും നമ്മൾ കോൺഷ്യസ് ആണ്. ദെൻ അടുത്ത മൈൻഡ്ഫുൾനെസിന്റെ ഡെലിബറേറ്റ് ഫോക്കസ് ഓൺ ദി സെൻസേഷൻസ്. നമുക്ക് ചിലപ്പം നമുക്കറിയാം, ഇത് വരുമ്പോൾ ചിലപ്പോൾ ഷാലോ ആയിട്ട് തോന്നും, ചിലപ്പോൾ ഡീപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ചിലപ്പോൾ ചൂടുള്ള എയർ വരുന്നത് പോലെ തോന്നും, അല്ലെ തണുത്ത എയർ ആയിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെ ആ വേരിയേഷൻസിനെ കുറിച്ച് മുഴുവൻ നമുക്ക് അറിയാൻ സാധിക്കും. ആക്റ്റീവ് കൺട്രോൾ ഓവർ റിതം, ഒരു റിതമിക് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. കാരണം അത് ഓട്ടോമാറ്റിക് അല്ല, അത് അറിയാതെ സംഭവിക്കുന്നതല്ല, അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ദെൻ മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് ബൂസ്റ്റ് മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ്ഫുൾ ബ്രീത്തിങ് ഉണ്ട്. ദെൻ അടുത്തത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വഴിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കോൺഷ്യസ് ആയിട്ടുള്ള ബ്രത്ത് വരുമ്പോഴേക്കും പാരാസിമ്പത്തറ്റിക് ആണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നമ്മളൊരു എന്തെങ്കിലും ഒന്ന് കണ്ട് പേടിക്കുന്ന സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ പാരാസിമ്പത്തറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒന്നിലേക്കാണ്. ആ ഒരു രീതിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് നമ്മളെ സഹായിക്കും. ദെൻ റെസ്പിറേറ്ററി, ഇത് ഇത്രയും പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സംശയം ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് ഈ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഒരു ന്യൂ ബോൺ ആൻഡ് ഇൻഫൻസ് എന്ന് പറയുന്ന അവരുടെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് 1 to 3 seconds പെർ സൈക്കിൾ ആണ്. അതായത് 2 മുതൽ 3 വരെയുള്ള സെക്കൻഡിലാണ് അവർ ഇങ്ങനെ ഒരു ബ്രത്ത് എടുത്ത് അവർ വിടുന്നത്, അല്ലെങ്കിൽ ശ്വാസത്തിന്റെ ആ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് റെസ്റ്റിംഗ് ചൈൽഡ്. ഇനി അത് കഴിഞ്ഞു, ഇൻഫൻസ് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചൈൽഡ്ഹുഡിലേക്ക് വന്നു. ഏകദേശം നമുക്ക് പറയാം 18 വയസ്സിന് താഴെയുള്ള ആണെങ്കിൽ അവരുടെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 30 വരെ ബ്രത്ത്സ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് 1 ബ്രത്ത് ഈസ് 2-3 സെക്കൻഡ്സിൽ അത് ചെയ്യും. അപ്പൊ അതാണ് അവരുടെ സാധാരണ കുട്ടികളിൽ ഞാൻ പറഞ്ഞ വലിയ ഇതൊന്നുമില്ലാത്ത, മാനസികമായിട്ടോ ഇമോഷണൽ ആയിട്ടോ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടികളിൽ ഉണ്ടാകുന്നതാണ്. ദെൻ അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റിംഗ് അഡൽട്സ്, അതായത് നമ്മൾ കുറെ ശാന്തമായി ഇങ്ങനെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിന്റെ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പ്രായപൂർത്തിയായവർ ചെയ്യുന്നത് 12 മുതൽ 20 വരെ ബ്രത്ത്സ് ആണ് പെർ മിനിറ്റ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ,
ക്ലിയർ ആയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ബ്രത്തിന്റെ ആ ലെങ്ത് എന്ന് പറയുന്നത് 3 to 5 seconds പെർ സൈക്കിൾ ആണ്. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ 1-2 seconds ഫോർ ഇൻഹലേഷൻ ആൻഡ് 2-3 seconds ഫോർ എക്സലേഷൻ എന്ന് പറയാം. അതായത് 1 അല്ലെ 2 സെക്കൻഡ് നമ്മൾ എടുക്കുന്നു, 2 അല്ലെങ്കിൽ സാധാരണഗതിയിൽ മനുഷ്യരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിനകത്ത് നമ്മൾ പറയുന്നത് നമ്മൾ 2-3 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇൻഹലേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 1-2 സെക്കൻഡ് കൂടെ കൂടുതൽ നമ്മൾ എക്സലേഷൻ നടത്തണമെന്നാണ്. നോർമലി അതാണ് പറയുന്നത്. ഓക്കെ, ഇനി റെസ്പിറേറ്ററി റേറ്റ് ഡ്യൂറിങ് മൈൻഡ്ഫുൾനെസ്. ഓക്കെ, ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് നോർമലായിട്ട് നമ്മൾ മൈൻഡ്ഫുൾനെസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളിലുള്ളതാണ്. ദെൻ മൈൻഡ്ഫുൾനെസ് ആക്ടിവേറ്റ്സ് ദി പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതാണ് നമ്മൾ റെസ്റ്റ്. അത് കാമാൻ്റെ എന്താണ് വളരെ നമ്മളുടെ ആ മെന്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ആ സ്റ്റേജ് വളരെ ശാന്തമാകുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു വിഷമമോ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് ശ്വസിക്കാൻ പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, അതായത് സാധാരണ മൈൻഡ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ നടത്തുന്ന സമയത്ത് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് എത്ര ഉണ്ടാകും? 5 to 10 breaths per minute. 5 മുതൽ 10 വരെ ബ്രത്ത്സ് ആണ് നമ്മൾ ഒരു പെർ മിനിറ്റ് അല്ലെങ്കിൽ എടുക്കുന്നത്. അത് വ്യത്യാസം വരും, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസം വരും ഡ്യൂറിങ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് ഓർ മെഡിറ്റേഷന്റെ സമയത്ത്. നിങ്ങൾക്ക് ഈ നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. അടുത്തത് ഡ്യൂറിങ് മൈൻഡ്ഫുൾ പ്രാക്ടീസസ് വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? 4 മുതൽ 10 വരെയുള്ള അതിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പെട്ടെന്ന് നോർമൽ ബ്രീത്തിങ്ങിലേക്ക് പോകാൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും കുറെ കൂടി, അല്ലെങ്കിൽ യോഗികൾ അങ്ങനെയാണ്, കുറെ കൂടി ഡീപ്പായിട്ടുള്ള ബ്രത്താണ് അവരെടുക്കുന്നത് 4 മുതൽ. ഓക്കെ, ദെൻ അഡ്വാൻസ്ഡ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സെൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നു? 3 മുതൽ 6 വരെയുള്ള അത്രയുമേ അവർ ഒരു മിനിറ്റിൽ അവർ ബ്രീത്ത് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. അഡ്വാൻസ്ഡ് പ്രാക്ടീഷണേഴ്സ് ഓഫ് മൈൻഡ്ഫുൾനെസ് ഓർ മെഡിറ്റേഷൻ ക്യാൻ ഇതാണ്. അല്ല, അപ്പൊ കൂടുതൽ ഞാൻ മെഡിറ്റേഷനെ കുറിച്ചാണ്, മൈൻഡ്ഫുൾനെസ് അല്ലെ സെന്നിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദെൻ അടുത്തത് റെസ്പിറേറ്ററി റേറ്റ് ഡ്യൂറിങ് മൈൻഡ്ഫുൾനെസ്സിനകത്ത് റെസ്റ്റിംഗ് റേറ്റ് വരും. അതായത് നമ്മുടെ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് 10 മുതൽ 16 വരെ ബ്രത്ത്സ് നമുക്ക് പെർ മിനിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്നിക്ക് ഉണ്ട്. അതിപ്പം നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. അത് ഇന്നത്തെ എന്താണ് നമ്മുടെ ഗൈഡഡ് മെഡിറ്റേഷൻ ഇതിനെ കുറിച്ച് മാത്രമുള്ളതാണ്. 4-7-8 ബ്രീത്തിങ് എന്ന് പറയുന്ന ഒന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ എന്താണ് നമ്മളുടെ ആരോഗ്യം കൂടുതൽ വീണ്ടെടുക്കണം, നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ബ്രോങ്കൈറ്റിക്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുണ്ട്, അങ്ങനെയുള്ള ആസ്മ ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഹൃദ്രോഗങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ എന്താണ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ റെസീലിയൻസ് നമ്മളുടെ ശരീരത്തിന് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് 4-7-8 ബ്രീത്തിങ് എന്ന് പറയും. ഇതിന്റെ അർത്ഥം ഇതാണ്. അതായത് 4 seconds നമ്മൾ ബ്രത്ത് എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം 7 seconds നമ്മൾ അത് ഹോൾഡ് ചെയ്യുന്നു, ശ്വസിക്കുന്നു. ആ ശ്വാസത്തെ നമ്മൾ 7 seconds നമ്മൾ പിടിച്ചു നിർത്തുന്നു. അതിനുശേഷം 8 seconds നമ്മൾ അതിനെ പുറത്തേക്ക് നിശ്വസിക്കുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ടെക്നിക്ക് ഇതിനകത്ത് മൈൻഡ്ഫുൾനെസ്സിനകത്തും ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നമ്മളുടെ ബ്രീത്തിങ്, നമ്മളുടെ ശരീരം നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്കത് ഈ ആഴ്ച നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ ഗൈഡഡ് മെഡിറ്റേഷൻ പറയുമ്പോൾ ഞാൻ പറയാം. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ദീസ് റിസൾട്ട് ഇൻ എ മോർ ദാൻ 4 ബ്രത്ത്സേ ഉണ്ടാകുന്നുള്ളൂ പെർ മിനിറ്റ് ഡ്യൂറിങ് ദി പ്രാക്ടീസ്. ഓക്കെ, ക്ലിയർ ആയി? അല്ലെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ. ഇതുകൊണ്ട് ഈ ബ്രീത്തിങ്ങിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഏതെല്ലാം തലങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാം. സ്ട്രെസ് മാനേജ്മെന്റ് അങ്ങനെയുണ്ട്. ഇവിടെയല്ല നാട്ടിലും ഉണ്ടാകും, എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഏതെങ്കിലും പോലീസുകാരൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കള്ളനെയോ വേറെ എന്തെങ്കിലും കുറ്റകൃത്യമോ ഉള്ളവരെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് കൂടുതൽ ബ്രീത്ത് ചെയ്യാൻ പറയും, ഡീപ്പായിട്ട് ബ്രത്ത് എടുക്കാൻ പറയും. അവരെ വേണമെങ്കിൽ ചായ മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ അവർ സിഗരറ്റൊക്കെ കത്തിച്ചു കൊടുക്കും. ഇതൊക്കെ ഇങ്ങനെ കൊടുത്ത് അവരെ കുറെ കൂടെ ശാന്തമാക്കാൻ നോക്കും. അപ്പൊ സ്ട്രെസ് മാനേജ്മെന്റിന്
തീർച്ചയായിട്ടും ഈ ബ്രീത്തിങ് എക്സസൈസ് വളരെ ഉപകാരപ്പെടും. അടുത്തത് ഇമോഷണൽ റെഗുലേഷൻ. കോൺഷ്യസ് ആയിട്ട് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതൊരു ആപ്ലിക്കേഷൻ ഏരിയാസ് ആണ്. ആങ്കർ മാനേജ്മെന്റ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ അതുപോലെ ദേഷ്യപ്പെട്ടു അങ്ങനെയൊക്കെ ഉള്ളത് വീണ്ടും അതൊന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കുറെ കൂടെ ശാന്തമാകുന്നതിന് വേണ്ടി ചെയ്യാം. ദെൻ ഇൻക്രീസിങ് ഫോക്കസ്, നമ്മുടെ അറ്റൻഷൻ കൂടുതൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ അല്ലെ മറ്റതുപോലെ പരീക്ഷ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ ഡിക്രീസിങ് ആങ്സൈറ്റി, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നതാണ്. ഒന്ന് ഇമോഷണൽ ആയിട്ടുള്ളത് ഇന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള ആ സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതോടുകൂടി അത് നമ്മളുടെ ആങ്സൈറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നതിന് സാധിക്കും. ദെൻ ഇൻക്രീസിങ് സെൽഫ് അവെയർനെസ്, കൂടുതലായിട്ട് നമുക്ക് സെൽഫ് അവെയർനെസ് കിട്ടുന്നതിന് സാധിക്കും. ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ഞാൻ പറയാം. അടുത്തത് ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞു. ദെൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഇന്ന് ബ്രീത്തിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം റെഗുലേഷൻ. നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ, ഞാൻ പറഞ്ഞില്ല, പാരാസിമ്പത്തറ്റിക് അല്ലെ സിമ്പത്തറ്റിക്, ഇങ്ങനെയുള്ള ഈ നെർവസ് സിസ്റ്റത്തെ നമുക്ക് കൂടുതലായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് സാധിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ നമ്മളുടെ അമിഗ്ഡാലയുടെ ആ ഓവർ ആക്ടിവിറ്റി കുറയ്ക്കാൻ പറ്റും. ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് നമ്മളുടെ ഇത് വരും. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് നെർവസ് സിസ്റ്റത്തെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാവധാനം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ദെൻ പെയിൻ ഉണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ റെഗുലറായി ക്രോണിക് പെയിൻ ഉള്ളവരാണെങ്കിൽ കൂടുതൽ കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ബ്രീത്തിങ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ചെയ്യുന്നത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് മെഡിറ്റേഷൻ നടത്തുന്നതോ അല്ലെങ്കിൽ ബ്രീത്തിങ് നടത്തുന്നതോ ചെയ്യുന്നത് കൊണ്ട് ദിവസത്തിൽ പല പ്രാവശ്യം മെഡിറ്റേഷൻ സമയം മാത്രമല്ല, നമ്മൾ നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. റെഡ്യൂസ്ഡ് അമിഗ്ഡാല ആക്ടിവിറ്റി, ഓക്കെ, അത് നമുക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ് മോഡിൽ നിന്ന് നമ്മൾ ശാന്തമാണ്, നമുക്കിപ്പോൾ കുഴപ്പമില്ല എന്നുള്ള ഒരു ആക്ടിവിറ്റി, ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് വരുത്താൻ പറ്റും. മാനേജ്മെന്റ് ഓഫ് സ്ട്രെസ് ഇൻഡ്യൂസിങ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമുക്ക് കൂടുതലായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. ദെൻ ഇൻക്രീസ്ഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം റെസ്പോൺസ്, അതായത് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്, അതായത് കൂടുതൽ ബോഡി മനസ്സും നമ്മളുടെ ശാന്തമാകുന്നതോടൊപ്പം തന്നെയാണ് ബോഡി ശാന്തമാകുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ളത് സമ്മർദ്ദത്തിലാണെങ്കിൽ ബോഡിക്ക് ഒരിക്കലും പറ്റിയല്ല. കാരണം ഇതെന്തോ വലിയൊരു അപകടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഉള്ള ഒരു ധാരണയിൽ വരുന്നത് കൊണ്ടാണ്. ദെൻ അടുത്ത ബെനിഫിറ്റ്സ് ഡിക്രീസ്ഡ് ഇൻസോംനിയ, ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്ക്, അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുള്ളവർക്ക്. ദെൻ അടുത്തത് റെസ്പിറേറ്ററി ഫങ്ഷനിങ്, ഏതെങ്കിലും തരത്തിൽ ഇപ്പം ബുദ്ധിമുട്ടുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ, ആസ്മ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈവൻ ജലദോഷം വന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കും അതൊക്കെ കൂടുതലായിട്ട് ഈ ശ്വാസോച്ഛ്വാസം ബോധപൂർവം കുറെ കൂടി ഡീപ്പായിട്ട് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ഇത് ചെയ്യാൻ പറ്റും. ദെൻ ഓഫ് കോഴ്സ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെ അത് ഫങ്ഷനിങ് കൂടുതൽ, ഹൃദ്രോഗം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഭയമുണ്ട് അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഇത് ദിവസം പല പ്രാവശ്യത്തോളം നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളിൽ നമുക്ക് പോകും. ഇംപ്രൂവ്ഡ് ഡൈജഷൻ നമുക്കുണ്ടാകും, റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്, അത് നമ്മുടെ ബോഡി കാമാകുന്നു. ഇൻക്രീസ്ഡ് ന്യൂറോളജിക്കൽ ഫങ്ഷനിങ്, നമുക്ക് കൂടുതലായിട്ട് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഇത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് സാധിക്കും.